ഹലോ, വെൽക്കം ബാക്ക് ടു നിക്കൂസ് വേൾ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ കാലമായില്ലേ നമ്മൾ വന്നിട്ട്. അപ്പോൾ ഭയങ്കര മടിയാണ് കേട്ടോ. മടിയായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാതിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ കന്യാകുമാരിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ ഓൺ ദ വേ ആണ്. നിക്കു നല്ല ഉറക്കത്തിൻ്റെ മൂഡിലാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു ഉച്ച ടൈമിനാണ് കേട്ടോ പോണത്. ഉച്ച ടൈം എന്ന് വെച്ചാൽ ഒരു 12 മണി കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പോൾ നിക്കു കറക്റ്റ് ഉറങ്ങുന്ന സമയം കേട്ടോ. അപ്പം ആളങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ചൂടും വെയിലും അയ്യോ ഒരു രക്ഷയില്ല കേട്ടോ. കാറിലായതുകൊണ്ട് നമ്മളൊന്നും അറിയുന്നില്ലായിരുന്നു. നമ്മൾ 12 മണിക്ക് ചോറൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. കാരണം നമ്മൾ 3 മണിക്ക് ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് അവിടെ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കത്തിച്ച് വിടുകയാണ് കേട്ടോ. അതേ നമ്മൾ നാഗർകോവിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം തന്നെ നമ്മൾ മറ്റേ തമിഴ്നാടിൻ്റെ ഒരു ടച്ചൊക്കെ വന്നു തുടങ്ങി. കണ്ടേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളും തമിഴ്നാടിൻ്റെ ഒരു ടച്ച് കിട്ടിയത് അപ്പോഴാണ് കേട്ടോ. നല്ല അവിടുത്തെ അമ്പലങ്ങളൊക്കെയാണ് കേട്ടോ സ്പെഷ്യലായിട്ട്. ഭയങ്കര രസമാണ് അമ്പലങ്ങളും ഒക്കെ, ഭയങ്കര രസമാണ്. അങ്ങനെ ഞങ്ങൾ ഏകദേശം എത്താറായിട്ടോ. റോയിൽ ഒരു 2 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ കാറിൽ ഇരുന്നിരുന്ന് എനിക്ക് യാത്ര ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇടയ്ക്ക് നമ്മൾ ഇറങ്ങിയിട്ട് ഒരു കരിക്കൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ അങ്ങോട്ട് പോയത് തിരിച്ച്. അപ്പോൾ അതേ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇടയ്ക്ക് നല്ല പാറയും പുഴയും ഒക്കെ കണ്ട് നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ തീരെ ഇറങ്ങാത്തത് 3 മണിക്ക് അവിടെ ബുക്ക് ചെയ്തത് കൊണ്ടാണ് കേട്ടോ നമ്മൾ തീരെ ഇറങ്ങാത്തത്. പിന്നെ എത്താറായപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലായി നമ്മൾ നേരത്തെ ആയതുകൊണ്ട് പ്രശ്നമില്ല എന്ന് എഴുതിയിട്ടാണ് കരിക്ക് കുടിക്കാൻ വേണ്ടി ഇറങ്ങിയത് കേട്ടോ. അങ്ങനെ അതേ കരിക്കൊക്കെ കുടിച്ച് നമ്മളൊന്ന് എനർജറ്റിക് ആയിട്ട് നിൽക്കും ഒക്കെ ഒന്ന് ഉഷാറായിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും യാത്രയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ അവിടുത്തെ അമ്പലങ്ങളും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഒരു അമ്പലം കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്തത് കേട്ടോ. അതിൻ്റെയൊക്കെ അകം നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ അതേ അവിടെ ബാക്കിൽ ആൾ കരിക്കൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ചൊന്ന് ഉഷാറായി കേട്ടോ. അങ്ങനത്തെ ബാക്കിൽ കിടന്നിട്ട് അടിയും ബഹളവും ഒക്കെയാണ് കേട്ടോ. അവിടെ ഭദ്രയെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയാണ് കേട്ടോ. ഭയങ്കര അടിയും ബഹളമൊക്കെ ആയിട്ട് ഉറക്കമൊക്കെ പോയി. ഉറങ്ങാൻ കിടന്നേ ഉള്ളൂ, ആൾ ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. എനിക്ക് ഇത്രയും ലോങ് ആയിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ട്രാവൽ ചെയ്യണത്. ജനിച്ചതിന് ശേഷം അങ്ങനെ ലോങ് ആയിട്ടൊന്നും അവളെ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ അങ്ങനെ കുറച്ചധികം നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ കന്യാകുമാരിയിലോട്ട് ഇത് എൻ്റർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ മറ്റേ നമ്മുടെ പാസ്സൊക്കെ ഉണ്ട്, എൻട്രി പാസ്സൊക്കെ ഉണ്ട്. അതൊക്കെ കൊടുത്തിട്ടാണ് പോകേണ്ടത് കേട്ടോ. നമ്മൾ 50 രൂപ പാസ്സൊക്കെ കൊടുത്തിട്ട് കന്യാകുമാരിയിലോട്ട് എൻ്റർ ആയിട്ടുണ്ട്. നമ്മൾ കാറിലിരുന്ന് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞില്ല കേട്ടോ. ആ ഒരു ചൂടും വെയിലിൻ്റെയും ആ ഒരു ഇതറിഞ്ഞില്ല. അയ്യോ, അവിടെ ഒന്ന് ഇറങ്ങിയപ്പോഴുണ്ട് ഞങ്ങൾ മറ്റേ കരിയുന്ന അവസ്ഥ. എങ്ങനെ ഇത് ഇത്രയും ദൂരം നടക്കും എന്ന ഒരു അവസ്ഥയിലായിപ്പോയി കേട്ടോ. ഭയങ്കര ചൂട്. ഇത്രയും നേരം കാറിൽ നിന്ന് വന്നപ്പോൾ ഒന്നും അറിയുന്നില്ലായിരുന്നു. കരിക്ക് കുടിക്കാൻ നിർത്തിയപ്പോഴും നമുക്ക് വലുതായിട്ട് ഒന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. അവിടെ തണലത്തായതുകൊണ്ട്. അയ്യോ, ഒരു വിധത്തിൽ കുറേ നേരത്തെ വെയിൽ കൊണ്ടതിന് ശേഷം ഞങ്ങൾ തൊപ്പിയൊക്കെ മേടിച്ച് വെച്ചു കേട്ടോ. തൊപ്പി വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ 3 തൊപ്പി വാങ്ങിച്ച് വെച്ചു. എന്നിട്ടും ഒരു കാര്യമൊന്നുമില്ല. അച്ഛനും മോൾ നേരത്തെ തൊപ്പിയൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. പക്ഷേ തൊപ്പി വെച്ചിട്ടും ഞാൻ പറഞ്ഞ പോലെ കാര്യമൊന്നുമില്ല, വെറുതെ വെക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരുവിധം നിക്കും ലൈഫിൽ ആദ്യമായിട്ട് അവൾ ജനിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും വെയിൽ കൊള്ളണതും ഒക്കെ കേട്ടോ. അപ്പം അവൾക്കും വല്ലാത്തൊരു എക്സ്പീരിയൻസ് കൊടുത്ത്. ശരിക്കും പറഞ്ഞാൽ ആരും പോവരുത് എന്ന് വെച്ചാൽ ഈ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഈ നട്ടുച്ചയ്ക്ക് ആരും പോകരുത്. ഞങ്ങളെടുത്ത് ഏറ്റവും വലിയൊരു അബദ്ധമായി പോയിട്ടോ അത്. ബോട്ടിങ്ങിന് പോകാതെ പിന്നെ എന്താണ് എന്ന് കരുതി. നിക്കു അവനെ ആദ്യമായിട്ട് കൊണ്ടുപോകല്ലേ, ബോട്ടിങ്ങൊക്കെ അവൾ എക്സ്പീരിയൻസ് ചെയ്യട്ടെ എന്ന് കരുതി. പക്ഷേ ഈ മൊട്ട വെയിലത്ത് അതൊരു തെറ്റായ തീരുമാനമായിരുന്നു. പിന്നെ എന്നെപ്പോലെ വെയിലൊന്നും കൊള്ളാൻ പറ്റാത്ത ആൾക്കാർ തീരെ പോകരുത്. ആ കുഞ്ഞു പിള്ളേരെ കൊണ്ട് ഒട്ടും പോകരുത്. അപ്പോൾ ഞങ്ങൾ കുറച്ചധികം അനുഭവിച്ചു കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് വെയിലൊന്നും ഒട്ടും പറ്റാത്ത ആളാണ്. അപ്പോൾ ഞാൻ ഒരുപാട് നന്നായിട്ട് അനുഭവിച്ചു. അന്നത്തെ ദിവസം ഉറങ്ങിയിട്ടില്ലാത്ത രീതിയിലുള്ള വയ്യായ്കയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ബോട്ടിലൊക്കെ കയറി ഇപ്പോഴൊക്കെ ഇരിക്കുന്നെങ്കിലും നമ്മൾ അത്രയ്ക്കൊന്നും എൻജോയ് ചെയ്യാൻ പറ്റാത്ത അത്ര ഒരു ബുദ്ധിമുട്ട്, ചൂടും വെയിലും അറിയാമല്ലോ. അപ്പോൾ നിക്കും ആകെ തളർന്ന്. അവളെ ചേട്ടൻ ഒരുപാട് തളർന്നു കേട്ടോ. ചേട്ടൻ ഇങ്ങനെ കയ്യിലെടുത്ത് വെച്ച് അവളെയും കൂടെ കൊണ്ട് നടക്കുമല്ലേ. അവളെ ഇച്ചിരി പോലും തറയിൽ ഇറക്കിയിട്ടില്ല. പിന്നെ ഞാനും ചേച്ചിയും കൂടെ കയ്യിലെടുത്തു. പക്ഷേ എന്നാലും അവൾ അച്ഛൻ്റെ അടുത്താണ് കൂടുതൽ ഇരിക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ അധികം വരുന്നില്ല. അപ്പോൾ ചേട്ടനും ആകെ തളർന്നു. നിക്കും ഇത്രയും വെയിൽ കൊണ്ടിട്ട് തളർന്നു. അപ്പോൾ ആരും ബോട്ടിങ്ങിനായിട്ട് ഈ ഉച്ച സമയത്ത് പോകണ്ട, ആയിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഞങ്ങൾക്കൊന്നും അവിടെ പോയിട്ടൊന്നും എൻജോയ് ചെയ്യാൻ പോലും പറ്റില്ല. വെറുതെ ഈ ഒരു ടെമ്പിളിൽ മാത്രം നമ്മുടെ വിവേകാനന്ദനാണോ ആളുടെ ടെമ്പിളിൽ മാത്രം ജസ്റ്റ് ഒന്ന് കയറി കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നു. അമ്പലത്തിലോ വേറെ ഒന്നും പോയില്ല. വെറുതെ വേസ്റ്റായി പോയി കേട്ടോ. നമ്മൾ പോയിട്ട് ജസ്റ്റ് ഓടി ഒന്ന് അവിടെയൊക്കെ കയറിയിട്ട് ഇറങ്ങി ഓടുകയായിരുന്നു ചെയ്തത്. എനിക്കൊരു വീടിൻ്റെ തൊട്ടടുത്ത് പോലും പോകുമ്പം വെള്ളം എടുത്തുകൊണ്ട് പോകണം. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ വെള്ളം എടുത്തില്ല. മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ലേ, കിളി പോയി ഇരിക്കുകയായിരുന്നു. മൊത്തത്തിൽ എനിക്ക്
ഒരു വയ്യായ്കയൊക്കെ ഉണ്ടായിരുന്നു കുറച്ചധികം ട്രാവൽ ചെയ്തപ്പോൾ. അപ്പോൾ പിന്നെ എൻ്റെ മൊത്തം റിലേ പോയിരിക്കണോണ്ട് എല്ലാം മറന്നു. അപ്പോൾ അവൾക്ക് വെള്ളവും ദാഹിച്ചു, അങ്ങനെ ഒരു ബഹളമായിരുന്നു. ഈവനിങ്ങിൽ സൺസെറ്റ് കാണാനായിട്ട് വരിക, അതാണ് അന്തസ്സ് സത്യം. അയ്യോ, ഞങ്ങൾക്ക് ഇനി ഇങ്ങനൊരു അബദ്ധം എന്തായാലും പറ്റത്തില്ല. അവിടെ മറ്റേ ഗ്ലാസ് ബ്രിഡ്ജും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും നമ്മൾ ഒന്നും നോക്കിയില്ല, നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി ഓടുമായിരുന്നു കേട്ടോ ചെയ്തത്. സത്യമായിട്ടും എൻ്റെ അവസ്ഥ മോശമാവണതിനെക്കാട്ടിലുപരി എനിക്ക് നിൽക്കു ഭയങ്കരമായിട്ട് ടയേർഡാവുന്നുണ്ടോ, വെയിൽ കൊള്ളുന്നുണ്ടല്ലോ എന്ന പേടിയായിരുന്നു കേട്ടോ. കാരണം ഇത്രയും കാലം അത്രയും വെയിലൊന്നും കൊള്ളിക്കാതെ വളർത്തിയ ആ സാധനത്തിന് ഇത്രയും വെയിൽ കൊണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി കേട്ടോ. പിന്നെ എല്ലാ എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ എല്ലാവരും. പിന്നെ അവളുടെ ഏറ്റവും ഫേവറേറ്റുള്ള ഒരു സ്പോട്ട് നമ്മുടെ മറ്റേ ബീച്ചിലോട്ട് പോയി അവിടെ കുറേ നേരം ഒക്കെ അവൾക്ക് അതാണ് ഏറ്റവും ഇഷ്ടം. മറ്റൊന്നും അവൾ അങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നില്ലേ, വെയിലത്ത് എന്തോന്ന് എൻജോയ് ചെയ്യാമല്ലേ. അപ്പോൾ അത് അവൾ കുറച്ച് നേരം എൻജോയ് ചെയ്തു. ചേട്ടനും അമ്മയും കൂടെ അവിടെ നിൽക്കുകയാണ് കേട്ടോ, ഇറങ്ങാതെ. ഞങ്ങൾ 4 പേരും എന്തോ അവിടെയൊക്കെ ഇറങ്ങി നന്നായിട്ട് വെള്ളത്തിലൊക്കെ കളിച്ച് കുറച്ച് നേരം അവിടെ പിള്ളേരൊക്കെ നിന്ന് കുളിച്ച് ബഹളം തന്നെ കേട്ടോ. എനിക്ക് കുറേ നേരം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കളിച്ചുകൊണ്ടൊക്കെ നിൽക്കണം കേട്ടോ. അവിടെ ഭയങ്കര കല്ലും മണ്ണും ഒക്കെയാണ് കേട്ടോ ഇങ്ങനെ തിരയടിച്ച് വരുന്നത്. അപ്പോൾ നമ്മുടെ കാലിലത് കയറിയിട്ട് നല്ല വേദന എടുക്കും. നിൽക്കുന്നതൊന്നും പ്രശ്നമില്ല, അവൾ ഭയങ്കരമായിട്ട് നന്നായിട്ട് അങ്ങോട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അത്രയും നേരത്തെ എല്ലാ ഇതും അപ്പം അങ്ങ് മാറി കിട്ടി കേട്ടോ നിൽക്കുവിന്. അങ്ങനെ കുറേ നേരം കളിച്ച് കുളിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്നും കയറി കേട്ടോ. ഇപ്പോൾ ഒരു 3:45-4 മണി അടുപ്പിച്ചായി. അപ്പം വെയിലിന് ചെറിയൊരു ആശ്വാസം. നല്ല ചൂടൊക്കെ ഉണ്ട് വെയിലിന്, എന്നാലും നമ്മുടെ നട്ടുച്ചയ്ക്കതിനെക്കാട്ടിലും ഒരു വെയിലൊരാശ്വാസം ചെറുതായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം എൻ്റെ അവസ്ഥ ഭയങ്കര മോശമായി. ഞാൻ ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ പോകാമെന്ന് വരെ പറയാനിരിക്കുകയായിരുന്നു കേട്ടോ. അത്രയ്ക്കും വയ്യായ്ക എനിക്കുണ്ടായിരുന്നു. ഞാൻ മാക്സിമം പിടിച്ച് വെച്ചേക്കുമായിരുന്നു. എന്തായാലും ഇതുവരെ വന്നതിൽ സൺസെറ്റൊക്കെ കാണാമെന്ന് എഴുതിയിരുന്നു, പറ്റുന്നില്ല. അവസാനം അതുവഴി കറങ്ങി ചുറ്റി ഒരു ചായയൊക്കെ കുടിച്ചപ്പോഴത്തേനും ചെറിയൊരു ആശ്വാസം എവിടെയോ വന്നു. അങ്ങനെ വീണ്ടും നമ്മൾ സൺസെറ്റിൻ്റെ വ്യൂ പോയിൻറ്റിലോട്ട് പോയി അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് സൺസെറ്റൊക്കെ കണ്ട് ഇപ്പോഴും എൻ്റെ മൊത്തം റിലേ പോയിരിക്കുകയാണ് കേട്ടോ. എന്നാലും ഞാൻ മാക്സിമം പിടിച്ച് വെച്ചേക്കുമായിരുന്നു. പിന്നെ ആ ചായ കുടിച്ചപ്പോൾ ചെറിയൊരു ആശ്വാസം ഇവിടെ കിട്ടി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പോയിട്ട് ഇടയ്ക്ക് ഇറങ്ങിയിട്ട് തലപ്പാക്കട്ടി ബിരിയാണിയൊക്കെ കഴിച്ചു കേട്ടോ. ഈ പോകുന്ന വഴിക്ക് തന്നെ കുറച്ചായപ്പോഴത്തേനും കഴിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു തമിഴ്നാട്ടിൽ വന്നിട്ട് ബിരിയാണി കഴിക്കണമെന്ന്. ഇവിടുത്തെ ബിരിയാണിയൊക്കെ സ്പെഷ്യലല്ലേ, അപ്പം നമ്മളെപ്പോഴും വരുന്നതല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പെട്ടെന്ന് കണ്ടു, തലപ്പാക്കട്ടി ബിരിയാണി എന്ന് പറഞ്ഞ ഒരു ഹോട്ടൽ കണ്ടു. നല്ല ഫുഡായിരുന്നു കേട്ടോ. പക്ഷേ ക്വാണ്ടിറ്റി ഭയങ്കര കുറവായിരുന്നു. ഒരു ബിരിയാണിക്ക് 500 സംതിങ് അങ്ങനെ എങ്ങാണ്ടാണ് റേറ്റ് ആയിരുന്നു. പക്ഷേ സംഭവം കൊള്ളായിരുന്നു, എനിക്കിഷ്ടമായി. ആ ബിരിയാണിയൊക്കെ അതുപോലെ പോയ കേട്ടോ എൻ്റെ നിന്ന്. വൊമിറ്റ് ചെയ്തെല്ലാം കളഞ്ഞു. എന്നിട്ട് മൈഗ്രെയിനും അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. വീട്ടിൽ പോയി നിക്കുവിന് കുറച്ച് പാല് തിളപ്പിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ലായിരുന്നു. വോമിറ്റിങ്ങും ഒക്കെ ആയിട്ട് എൻ്റെ ബോധം പോയിരിക്കുകയായിരുന്നു കേട്ടോ. നിക്കുവിന് അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ട് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. അവളിരുന്ന് കരഞ്ഞ് എൻ്റെ അടുത്തിരുന്ന് വന്ന് കരയായിരുന്നു കേട്ടോ. ഞാൻ വിഷമിക്കുന്ന കേട്ടോ. അപ്പോൾ തലവേദന എടുത്ത് പിന്നെ വൊമിറ്റ് ചെയ്തപ്പോൾ സാധാരണ വൊമിറ്റ് ചെയ്യുമ്പോഴത്തേനും ചെറിയൊരു ആശ്വാസം ആവേണ്ടതാണ് മൈഗ്രെയിൻ. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് അതും കിട്ടിയില്ലായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് തലവേദനയൊക്കെ എടുത്തു. എനിക്ക് ഒറ്റയ്ക്ക് തന്നെ അടുത്ത് കിടന്നുറങ്ങി കേട്ടോ. അവൾക്ക് മനസ്സിലായി എന്തോ സംതിങ് പ്രശ്നമാണെന്ന്. അപ്പോൾ ഇത് വരുന്ന വഴിക്ക് ഏതോ ഒരു അമ്പലത്തിൽ, അടുത്തൊരു അമ്പലത്തിൽ ഉത്സവം എന്താണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല രസമായിരുന്നു. നേരിട്ട് കാണാൻ എന്തോ ഒരു ഭയങ്കര വൈബായിരുന്നു, കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഷൂട്ട് ചെയ്തത് ഞാനൊരു പകുതി കിറുക്കത്തിലാണ് കേട്ടോ ഷൂട്ട് ചെയ്തത്. ചേട്ടൻ നോക്കി നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനെടുത്ത് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ വരുന്ന വഴിക്കൊക്കെ നല്ല സീനറിയാണ് കേട്ടോ. ഇത് നേരിൽ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഫോട്ടോയിൽ നമ്മുടെ വീഡിയോയിൽ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് അറിയത്തില്ല. ഇതൊന്നും എൻജോയ് ചെയ്യാൻ പോലും എനിക്ക് പറ്റില്ല, അത്രയ്ക്കും ഭയമായിരുന്നു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.